കഴിഞ്ഞ ദിവസം അനുജനി ബസ് കയറ്റാനായി കൊണ്ടുപോയ സഹോദരങ്ങൾ ഒരുമിച്ച് യാത്രയായി എന്നുള്ള വാർത്ത എല്ലാവരെയും വേദനിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ ഒടുവിൽ അവരുടെ വീട്ടുകാരുടെ സങ്കടം കാണുമ്പോഴാണ് പ്രേക്ഷകർക്ക് എത്രമാത്രം സങ്കടം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ രണ്ടുപേരുടെയും മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ താങ്ങാനാകാതെ ബന്ധുമിത്രാദികളത് ഏറ്റുവാങ്ങുന്നതും ചിത്രങ്ങളുമെല്ലാം പുറത്തു വന്നിരുന്നു. ഒരുമിച്ച് നടക്കുന്ന സഹോദരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ പരസ്പരം എല്ലാം പറഞ്ഞ് ഒരുമിച്ച് എല്ലായിടത്തും പോകുന്നവരാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം പുറത്തു പോകണം എന്നതായിരുന്നു. വിദേശ രാജ്യത്ത് സെറ്റിലാവണം എന്നത് ആഗ്രഹമുണ്ടായിരുന്ന യുവാക്കളായിരുന്നു. നിറമുള്ള സ്വപ്നങ്ങൾ നെയ്ത് ജീവിച്ച സഹോദരങ്ങളാണ് അഭിയും അഭിഷേകും. അച്ഛനെപ്പോലെ തന്നെ വിദേശത്തേക്ക് പോകണം, വിദേശത്ത് ജോലി നേടി അവിടെ ജീവിതം കരുപിടിപ്പിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇരുവരുടെയും യാത്രകൾ. അങ്ങനെ തന്നെയായിരുന്നു ഒരുമിച്ചും. ഇത് അവസാനം വരെ തുടർന്നു പോവുകയായിരുന്നു. ഭാവി സുരക്ഷിതമാക്കാനുള്ള മോഹങ്ങളുമായി നടന്ന ഇവരെ വിധി തട്ടിയെടുത്തതിൻ്റെ നടുക്കത്തിലാണ് പുളിമാത്ത് പഞ്ചായത്തിൽ. ഇപ്പോൾ പുളിമാത്ത് പഞ്ചായത്തിലെ പുല്ലയിൽ ഗ്രാമത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പുല്ലയിൽ നന്ദനത്തിൽ അഭി, അഭിഷേക് എന്നിവരാണ് ഇരുചക്ര വാഹനം നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഇതിൽ അഭിക്ക് 23 വയസ്സും അഭിഷേകിന് 20 വയസ്സുമായിരുന്നു. തങ്ങളുടെ 2 മക്കളെയും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് നന്ദകുമാറും ബിന്ദു ദമ്പതികളും. കമ്പ്യൂട്ടർ ബിരുദധാരിയായ അഭി IT ഡിപ്ലോമ പാസ്സായ ശേഷം വിദേശത്ത് ജോലി തേടി പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. +2 പാസ്സായ അഭിഷേക് നഴ്സിംഗ് പഠിക്കാനായി ജർമ്മനിയിൽ പോകാനാണ് ജർമ്മൻ ഭാഷ പഠിക്കാനായി തിരുവല്ലയിലെ സ്ഥാപനത്തിൽ ക്ലാസ്സിന് ചേർന്നത്. അങ്ങനെ രണ്ടുപേരും 2 രീതിയിൽ തന്നെ വിദേശത്തേക്ക് എത്താനുള്ള ആഗ്രഹത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പുത്തൻ ബൈക്കുകളോടുള്ള പ്രണയം വളരെയധികം അഭിക്കേറെയായിരുന്നു. ദീർഘനാളത്തെ ആഗ്രഹത്തിനൊടുവിലായിരുന്നു ഇരുചക്ര വാഹനം വാങ്ങിയത്. ഏറെക്കാലം പ്രവാസിയായിരുന്ന നന്ദകുമാർ 1 വർഷം മുൻപാണ് പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് എത്തിയത്. വിദേശത്ത് ജോലിക്കായും പഠിക്കാനായും പോകുന്ന മക്കളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ കൂടിയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അതുകൂടിയാണ് പൂർത്തിയാക്കാൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നന്ദകുമാർ നാട്ടിലേക്ക് എത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് 2:30 വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിച്ചു. ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ച് ഓടയിലേക്ക് മറിഞ്ഞാണ് സഹോദരങ്ങൾ മരിച്ചത്. ഇപ്പോൾ എല്ലാവർക്കും കണ്ണുനീരായി മാറുകയാണ് കണ്ണൻ എന്ന് വിളിക്കുന്ന നന്ദകുമാറിൻ്റെ വാക്കുകൾ. എല്ലായിടത്തും അവർ ഒരുമിച്ചായിരുന്നു, പോകാനും വരാനും ഒക്കെയും. ആഗ്രഹങ്ങൾ പറയുമ്പോഴും ഞങ്ങൾ ആരെങ്കിലും എതിരെ നിന്നാലും അവർ ഒറ്റക്കെട്ടായിരുന്നു. ഒരു ചേട്ടനെയും അനുജൻ്റെയും എല്ലാ സ്നേഹത്തോടെയും അവർ വളർന്നവരായിരുന്നുവെന്ന് ഒറ്റ വാക്കിൽ ബന്ധുക്കൾ ഒതുക്കുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.